السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും വാത്സല്യവും സ്നേഹവും സുരക്ഷയും കാരുണ്യവുമെല്ലാം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് അകവും പുറവും പരിശുദ്ധമായ രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇത്രയും ദീർഘനേരം ഇവിടെ ഇരുന്ന് അള്ളാഹുവിനെക്കുറിച്ചും റസൂലിനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും സുന്നത്തിനെക്കുറിച്ചുമെല്ലാം ഇവിടെ ചർച്ചകൾ കേൾക്കാനും അതിൽ പങ്കെടുക്കാനും അവൻ നമുക്ക് തൗഫീഖ് നൽകി. നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കാൻ നമുക്കല്ലാഹു ഭാഗ്യം നൽകട്ടെ. പറയപ്പെടുന്ന ഓരോ വിഷയങ്ങളും ജീവിതത്തിൽ കൃത്യവും വ്യക്തവുമായി പകർത്താനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുകയും ചെയ്യുമാറാകട്ടെ. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ തുച്ഛമായ സമയം ഈ ഒരു ജീവിതത്തെക്കുറിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പണ്ഡിതന്മാരെല്ലാം
സുന്ദരമായ ചില കഥകളിലൂടെയും വരികളിലൂടെയും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ മനുഷ്യ ജീവിതത്തെ വിവരിക്കുന്ന, മനുഷ്യ ജീവിതത്തെ പഠിപ്പിക്കുന്ന ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്യാൻ, ഘോരവനം, ഒറ്റക്കാണ് അയാളുടെ യാത്ര. അയാളിങ്ങനെ പേടിക്കുന്നുണ്ട്, വല്ല വന്യജീവികളും മുന്നിൽ വന്ന് പെടുമോ, സിംഹമോ പുലിയോ കടുവയോ എന്തെങ്കിലും തന്നെ ആക്രമിക്കുമോ എന്നൊക്കെ അയാൾ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ അയാളുടെ യാത്ര കാൽനടയെ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിറകെ നിന്ന് ഒരു ഭയാനകമായ ശബ്ദം കേൾക്കാൻ. കേട്ട ഭാഗത്തേക്ക് ഇയാൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? വിശന്നു വലഞ്ഞൊരു സിംഹം ചുമന്ന കണ്ണുകളുമായി തന്നെ കടിച്ചു കീറാൻ വേണ്ടി പാഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് ഇദ്ദേഹം കാണുന്നത്. ഇദ്ദേഹം സർവശക്തിയും എടുത്ത് ഓടാൻ തുടങ്ങി. ഓടി ഓടി ഓട്ടത്തിനിടയിൽ കണ്ണ് ചിമ്മി ജീവൻ കയ്യിൽ പിടിച്ചോടുന്നതിനിടയിൽ ഈ മനുഷ്യൻ അറിയാതെ ആഴമുള്ള ഒരു പഴയ കിണറിലേക്ക് വീഴാൻ തുടങ്ങി. വീണുപോയി അയാൾ. വീഴുന്ന വീഴ്ചയിൽ അയാൾക്കൊരു മരത്തിൻ്റെ വള്ളിയിൽ പിടുത്തം കിട്ടി. ആ വള്ളിയിൽ സർവശക്തിയും എടുത്ത് അയാൾ ആഞ്ഞു പിടിച്ചു. എന്നിട്ട് മുകളിലേക്ക് നോക്കി. തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഇരയെ കൊതിയോടെ നോക്കി നിൽക്കുന്ന, വാ പൊളിച്ചു നിൽക്കുന്ന സിംഹത്തെയാണ് അയാൾക്ക് കാണാൻ സാധിക്കുന്നത്. താനെങ്ങാനും ഈ വള്ളി പിടിച്ച് ആ കിണറ്റിൽ നിന്ന് കരക്ക് കയറി പോകുകയാണെങ്കിൽ ആ സിംഹം തന്നെ കടിച്ചു കീറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ വള്ളിമേൽ എത്ര നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കും? ഒന്ന് ഈ വള്ളി വിട്ട് സിംഹം പോകുന്നത് വരെ കിണറ്റിന്റെ അടിയിൽ വിശ്രമിക്കാൻ സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടി അയാൾ കിണറ്റിന്റെ അടിയിലേക്ക് നോക്കുമ്പോൾ ഫണം വിടർത്തി നിൽക്കുന്ന ഉഗ്രവിഷമുള്ള സർപ്പമാണ് അവിടെ അയാളെ കാത്തിരിക്കുന്നത്. അയാളെങ്ങാനും ആ വള്ളിയിൽ നിന്ന് പിടുത്തം വിട്ടിട്ട് ഈ കിണറ്റിന്റെ അടിയിലേക്ക് വീഴുകയാണെങ്കിൽ ആ സർപ്പം അയാളെ കടിക്കുകയും ചെയ്യും, അയാൾ മരിക്കുകയും ചെയ്യും. ഈ സിംഹത്തിന്റെയും സർപ്പത്തിന്റെയും ഇടയിൽ വള്ളിയിൽ തൂങ്ങി ജീവനും കയ്യിൽ പിടിച്ച് ബേജാറായി പ്രയാസപ്പെട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് താൻ പിടിച്ച വള്ളിയുടെ ഒരറ്റത്ത് നിന്ന് കിർ 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 എന്ന് പറയുന്നൊരു ശബ്ദം അയാൾ കേൾക്കണം. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ രണ്ടെലികൾ, ഒരു വെള്ള എലിയും ഒരു കറുത്ത എലിയും ഈ പിടിച്ചിരിക്കുന്ന വള്ളി രണ്ട് ഭാഗത്തു നിന്നും ഇങ്ങനെ കരണ്ട് മുറിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ ഈ വള്ളി പിടിച്ച് സിംഹത്തിന്റെ വായിലകപ്പെടണം, അല്ലെങ്കിൽ ഈ വള്ളി പൊട്ടി താഴേക്ക് വീണാൽ സർപ്പത്തിന്റെ കടിയേറ്റ് മരിക്കണം. ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉറപ്പാണ്, എന്തെങ്കിലും ഒന്ന് എന്തായാലും സംഭവിക്കും. ആ സമയത്താണ് ആ കിണറ്റിലേക്ക് ചാഞ്ഞു നിന്നിരുന്ന ആ വള്ളിയുടെ മരം, ആ മരത്തിൽ നിന്ന് ഒരു തേനീച്ചക്കൂട് നിറയെ തേൻ നിറഞ്ഞിട്ട് ആ തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനിങ്ങനെ തുള്ളി തുള്ളിയായി താഴേക്ക് ഇറ്റാൻ തുടങ്ങുന്നു. ഇത് കണ്ടായാൽ തൻ്റെ വള്ളിയെക്കുറിച്ചും എലികളെക്കുറിച്ചും സിംഹത്തെക്കുറിച്ചും താഴെ ഫണം വിടർത്തി നിൽക്കുന്ന സർപ്പത്തെക്കുറിച്ചുമെല്ലാം തെല്ലൊന്ന് മറന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്? ഈ തേനിന് വേണ്ടി ഇങ്ങനെ നാവ് നീട്ടാൻ. നാവിങ്ങനെ നീട്ടി ആ തേൻ കിട്ടുമ്പോൾ അയാൾ അങ്ങനെ നുണഞ്ഞ് ആസ്വദിച്ച് ആ തേൻ എങ്ങനെ കുടിക്കാൻ. ഇതൊരു കഥയായിട്ട് ഇമാം ഗസാലി പറഞ്ഞിട്ട് ഈ കഥയിലെ നായകനെ നിനക്ക് കാണണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ കഥയിലെ നായകൻ ആരാണ്? നായകൻ ആരുമല്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും തന്നെയാണ് ഈ കഥയിലെ നായകന്മാർ. നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുഭാഗത്തും മരണമാണ്. ഇടത്തോട്ട് നോക്കിയാൽ മരണം, വലത്തോട്ട് നോക്കിയാൽ മരണം, മുന്നോട്ട് നോക്കിയാൽ മരണം, പിന്നോട്ട് നോക്കിയാൽ മരണം. മരണം തൊട്ടടുത്തുണ്ട്. ആ മരണത്തിലേക്കുള്ള നമ്മുടെ ആയുസ് കരണ്ട് മുറിക്കുകയാണ് രാവും പകലുമാകുന്ന രണ്ടെലികൾ. നാം ജീവിതമാകുന്ന പിടിവള്ളിയിൽ തൂങ്ങിക്കിടക്കുന്നു. രണ്ടെലികൾ ഇതിങ്ങനെ കരണ്ട് മുറിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഈ ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ തേടിയിട്ട് നമ്മളിങ്ങനെ നാവ് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലെ ആസ്വാദനങ്ങൾ തേടിയിട്ട് നമ്മളിങ്ങനെ നാവ് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ ശരീരമുണ്ടല്ലോ, ഇത് എത്രമാത്രം ദുർബലമാണ്. ഇപ്പൊ നമ്മൾക്ക് പായസം കുടിച്ചല്ലോ, ആ പായസത്തിലെ ഒരു ഗ്ലാസ് പായസത്തിലെ ഒരു തുള്ളി പായസം മതി നമ്മെ കൊന്നുകളയാൻ. ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾ?
നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുള്ളി വെള്ളം മതി നമ്മൾ കൊന്നുകളയാൻ. എന്താ സംഭവിക്കാം? ലാരിങ്സിലൂടെ ശ്വസനനാളത്തിലേക്ക് ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോയാൽ ആ നിമിഷം നമ്മളവിടെ കുഴഞ്ഞു വീഴും, പിടഞ്ഞു മരിക്കും. നമുക്കത് താങ്ങാൻ കഴിയില്ല. 1 മിനിറ്റോ 2 മിനിറ്റോ അതിൽ കൂടുതലോ ശ്വാസമില്ലാതെ, ഓക്സിജൻ ഇല്ലാതെ നമുക്ക് കഴിഞ്ഞുകൂടാൻ കഴിയില്ല. ഇനി നമ്മളിങ്ങനെ നടന്നു പോകുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു തേങ്ങ വീണാൽ തകർന്നു പോകുന്ന തലയോടാണ് മനുഷ്യന് പടച്ചോൻ കൊടുത്തിട്ടുള്ളത്. ഒരു തേങ്ങ വീണാൽ തകർന്നു പോവും, പൊട്ടിപ്പോവും, മരിച്ചു പോവും. ഒരു തേങ്ങയുടെ ഉറപ്പ് പോലും നമ്മുടെ തലച്ചോറിനില്ല. അത്രമാത്രം മരണം നമ്മോടടുത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയെത്ര സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ ദിനേന നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ റമദാനിൽ, ശഅബാനാണല്ലോ, അടുത്ത റമദാൻ വരാൻ പോവാൻ. കഴിഞ്ഞ റമദാനിൽ സജീവമായി നോമ്പ് തുറക്കാനും, നോമ്പ് തുറപ്പിക്കാനും, പ്രവർത്തിക്കാനും, ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനും എല്ലാ കാര്യത്തിലും സജീവമായി പ്രവർത്തിച്ചിരുന്ന, സജീവമായി പ്രയത്നിച്ചിരുന്ന എൻ്റെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം റമദാൻ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ദിവസം ഈദ് നമസ്കാരം കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ചൊന്ന് കിടന്നപ്പോൾ വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയതാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ജീർണത്തിന്റെ ഗുളികയൊക്കെ, ഈ ദഹനത്തിന്റെ, ഡൈജഷന്റെ ഗുളികയൊക്കെ കൊടുത്തു. അത് കഴിച്ചു. കുറെ കഴിഞ്ഞിട്ടും വയറിന്റെ അസ്വസ്ഥതയ്ക്ക് യാതൊരു കുറവുമില്ല. അയാൾ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, എന്താണെന്ന് അറിയാലോ, എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത് 26 സ്ഥലങ്ങളിൽ ക്യാൻസർ സ്പോട്ട് ചെയ്തു. 26 സ്ഥലങ്ങളിൽ. അതും 4th സ്റ്റേജാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല. 4ാമത്തെ സ്റ്റേജിലെത്തിയിരിക്കുന്നു ക്യാൻസർ. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല കേൾവി, നല്ല കാഴ്ച, നല്ല ആരോഗ്യം, നല്ല ബുദ്ധി, നല്ല സജീവത, നല്ല ഉഷിര്, നല്ല ഉന്മേഷം എല്ലാം ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ കഥകൾ മുഴുവൻ മാറി മറിയുകയാണ്. പിന്നീട് അദ്ദേഹം ജീവിച്ചത് കേവലം 3-4 മാസം മാത്രമാണ്. അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായി. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം തൻ്റെ ഇടപാടുകൾ മുഴുവനും തീർത്തു. എല്ലാ ഇടപാടുകളും, കച്ചവടക്കാരനാണ്, എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ചു. തെറ്റി നിൽക്കുന്ന ആളുകളുമായൊക്കെ നന്നായി കൈകൊടുത്തു, സൗഖ്യത്തിലായി, സന്തോഷത്തിലായി. വളരെ സുന്ദരമായ ഒരു മരണം. മലക്കുൽ മൗത്തിനെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെയാണ് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് യാത്രയായത്. 3 രീതിയിലാണ് നമ്മെ മരണം തേടി വരിക. ഒന്നാമത്തെ രീതി എന്താ അറിയോ? പെട്ടെന്നായിരിക്കും. ഒരു മുന്നറിയിപ്പും ഉണ്ടാവില്ല, ഒരുങ്ങാൻ സമയമുണ്ടാവില്ല, നിസ്കാരം ഒഴിവാക്കിയിട്ടാണ് ഉണ്ടാവുക, ആളുകളോട് തെറ്റിയിട്ടാണ് ഉണ്ടാവുക, കൊടുക്കാൻ കടങ്ങൾ ഒരുപാട് ബാക്കിയുണ്ടാവും. അത് വല്ലാത്തൊരു മരണമാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. വേറൊരു തരത്തിലുള്ള മരണം എന്താണെന്ന് വെച്ചാൽ, കൊല്ലങ്ങൾ കിടന്നുപോകും. 10, 15, 20 കൊല്ലം കിടക്കന്റെ മേളെ കിടന്നിട്ട് എല്ലാരാലും ശപിക്കപ്പെട്ട്, മഹലിന് വേണ്ടാതെ, കുടുംബത്തിന് വേണ്ടാതെ, മക്കൾക്ക് വേണ്ടാതെ, ഭാര്യക്ക് വേണ്ടാതെ നരകിച്ച് പുഴുത്ത് അവസാനം അല്ലാഹു തിരിച്ചു വിളിക്കുന്ന ഒരു മരണമുണ്ട്. അതിനെ തൊട്ടും റബ്ബിനോട് നമ്മൾ കാവൽ തേടേണ്ടതുണ്ട്. 3ാമത്തെ മരണം ഈ സഹോദരനെ പോലുള്ള മരണമാണ്. അല്ലാഹു ഒരു അടയാളം കൊടുക്കുന്നു. മാസങ്ങൾ മാത്രം. നിസ്കാരം നഷ്ടപ്പെടുന്നില്ല, അദ്കാറുകൾ നഷ്ടപ്പെടുന്നില്ല, തിലാവത്ത് നഷ്ടപ്പെടുന്നില്ല. ഒരുങ്ങാനുള്ള ഏതാനും ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ സാമ്പത്തികമായ സകല ഇടപാടുകളും പൂർത്തിയാക്കി റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആ മരണമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, സുന്ദരമായ മരണമാണ്. അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. സുഖവും സൗഖ്യവും സന്തോഷവുമുള്ള ഒരു മരണം നൽകണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ദുആ ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, മരണം നമ്മൾ കാണുന്നൊരവസ്ഥയും കാണാത്തൊരവസ്ഥയുമുണ്ട്. നമ്മൾ പല ആളുടെയും മരണം കണ്ടിട്ടുണ്ട്, നമ്മുടെ കുടുംബക്കാരുടെ, പരിചയക്കാരുടെ. പക്ഷെ നമ്മൾ കാണുന്നൊരു മരണമുണ്ട്. ഓക്സിജൻ ലെവൽ കുറഞ്ഞ്, കൈകാലുകൾ, കടങ്കാലുകൾ തമ്മിൽ കൂടിയുരഞ്ഞ്, കണ്ണിങ്ങനെ മുകളിലോട്ടുയർന്ന്, ശ്വാസം ഇങ്ങനെ പതിയെ 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 ഇല്ലാണ്ടായി, പൾസ് തീർന്നുകൊണ്ട് മരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ കാണാത്തൊരു രംഗം, വലിയ വലിയ രംഗങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതാർക്കാണ് അറിയാൻ കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. അതിനെക്കുറിച്ചാണ് സൂറത്തുൽ ഖാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചത്. അല്ലാഹു പറയാൻ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഇന്നേ ദിവസം നീ എല്ലാറ്റിനെ കുറിച്ചും അശ്രദ്ധനായിരുന്നു ഈ ദുനിയാവിൽ.
നിനക്കൊന്നിനും ഒരു ശ്രദ്ധയുണ്ടായിരുന്നില്ല, നീ ഗഫ്ലത്തിലായിരുന്നു, ഗാഫിലായിരുന്നു. എന്നാൽ നിന്റെ മരണത്തിന്റെ ദിവസം എത്തിക്കഴിഞ്ഞാൽ, നിന്റെ മൗത്തിന്റെ ഹാലെത്തിക്കഴിഞ്ഞാൽ, എല്ലാ കശഫ്നാ അൻക ഗിതാഅക്, നിന്റെ കണ്ണിന്റെ മറനാം അങ്ങോട്ട് നീക്കുന്നതാണ്, നിന്റെ കാഴ്ചയുടെ മറനാം അങ്ങോട്ട് നീക്കുന്നതാണ്. ഫബസറുകൽ യൗമ ഹദീദ്, അന്നേ ദിവസം നിന്റെ കാഴ്ച അങ്ങേയറ്റം മൂർച്ചയുള്ളതായിരിക്കുമെന്ന് അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുള്ള സുദീർഘമായ ഹദീസിലൂടെ ഒരു മരിക്കാൻ പോകുന്ന മനുഷ്യൻ കാണാൻ പോകുന്ന കാഴ്ച എന്താണെന്ന് ആ ഹദീസിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഹദീസ് നമുക്കൊന്ന് നോക്കാം. അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാൽ, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജനാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളതാ പ്രവാചകന്റെ കൂടെ ഒരിക്കൽ പുറപ്പെടുകയാണ്, ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഇറങ്ങുകയാണ്. ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ജനാസ നമസ്കരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ഖബറടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരിക്കൽ പ്രവാചകന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഫന്തഹൈനാ ഇലൽ ഖബർ, അങ്ങനെ പ്രവാചകന്റെ കൂടെ നടന്ന് ഞങ്ങൾ ഖബറിന്റെ അടുത്തെത്തുകയാണ്, പള്ളിക്കാട്ടിലെത്തുകയാണ്, മയ്യത്ത് വെക്കുന്ന ഭൂമിയിലെത്തുകയാണ്. വലമ്മാ യുൽഹദ്, അദ്ദേഹത്തിന്റെ മയ്യത്ത് മറമാടിയപ്പോ, അദ്ദേഹത്തെ ഖബറടക്കി കഴിഞ്ഞപ്പോ, ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയാണ്. പ്രവാചകൻ ആ ഖബറിന്റെ അടുത്ത് അവിടെ ഇരിക്കുന്നു. വജലസ്നാ ഹൗലഹു, പ്രവാചകൻ ഒരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് പിന്തുടർന്നുകൊണ്ട് അതുപോലെ ചെയ്യാൻ സ്വഹാബികൾ ഒട്ടും താമസിക്കാറില്ല. അള്ളാന്റെ റസൂൽ ഇരുന്നതുപോലെ ആ പ്രവാചകന്റെ ചുറ്റിലുമതാ സ്വഹാബികൾ ഇരിക്കുകയാണ്. ഏത് രീതിയിലാണ് അവരിയ്ക്കുന്നത്? ഞങ്ങളുടെ തലയിൽ പക്ഷി ഇരിക്കുന്നത് പോലെ, നമ്മുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പറന്നു പോകാതിരിക്കാൻ തലയിളക്കാതെ തടിയിളക്കാതെ എത്ര ശ്രദ്ധയോടുകൂടിയാണോ നമ്മൾ ഇരിക്കുക, അത്രയും ശ്രദ്ധയോടുകൂടി കാതുകൂർപ്പിച്ചുകൊണ്ട് മനസ്സ് ജാഗ്രതയോടെ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മൊഴിമുത്തുകളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മൊഴിമുത്തുകളെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവരതാ പ്രവാചകന്റെ മുഖത്ത് നോക്കി അങ്ങനെ നിൽക്കുകയാണ്, കേൾക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പ്രവാചകന്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി കൊണ്ട് ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു, ഭൂമിയിൽ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. അങ്ങനെ നബി അതാ തല ഉയർത്തുകയാണ്, മുഖം ഉയർത്തുകയാണ്. ഫഖാൽ, എന്നിട്ട് പറയുകയാണ്, ഗൗരവത്തോടു കൂടിയാണ് സംസാരം, അങ്ങേയറ്റത്തെ ഗൗരവത്തോടെയാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. എന്താണ് പറയുന്നത്? ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിലെ അദാബിനെ തൊട്ട്, ഖബറിലെ ശിക്ഷയെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ തേടണേ. മർറതൈനിയോ സലാസൻ, രണ്ടോ മൂന്നോ വട്ടമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. സുമ്മ ഖാൽ, എന്നിട്ട് റസൂൽ അതാ വിശദീകരിക്കുകയാണ്. സുദീർഘമായ ഒരു ഹദീസാണ് പ്രിയപ്പെട്ടവരെ. ആ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് മരണമാസന്നമായ ഒരു മനുഷ്യൻ കാണാൻ പോകുന്ന കാഴ്ചയെക്കുറിച്ചാണ്, കേൾക്കാൻ പോകുന്ന കേൾവിയെക്കുറിച്ചാണ്, അനുഭവിക്കാൻ പോകുന്ന അനുഭവത്തെക്കുറിച്ചാണ്. അതാ പ്രവാചകൻ പറയുകയാണ്, ഇന്നൽ അബ്ദൽ മുഅ്മിൻ, നിശ്ചയം മുഅ്മിനായ ഒരു മനുഷ്യൻ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, ജീവിതം മുഴുവൻ കർമ്മങ്ങൾ കൊണ്ടും തൗഹീദ് കൊണ്ടും സുന്നത്ത് കൊണ്ടും പരിശുദ്ധമാക്കിയ ഒരു മനുഷ്യൻ, അദ്ദേഹം അതാ ഫീ ഇൻഖിതാഇ മിനദ് ദുനിയാ വ ഇഖ്ബാലി മിനൽ ആഖിറ, ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ പോകുമ്പോ, ആഖിറത്തെ പുൽകാൻ പോകുമ്പോ, പരലോകത്തെ സ്വീകരിക്കാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നു, നസല ഇലൈഹി മലായിക
മലായികതൻ മിനസ്സമാ, ആകാശലോകത്ത് നിന്ന് ചില മലക്കുകൾ അതാ ഇറങ്ങി വരികയാണ്, ചില മാലാകമാരതാ ഇറങ്ങി വരികയാണ്. ആ മലക്കുകളുടെ രൂപം എന്താണെന്ന് റസൂലുള്ള വിശദീകരിക്കുന്നു. ബീദുൽ വുജൂഹ്, പ്രകാശിക്കുന്ന മുഖങ്ങളായിരിക്കും, വെളുവെളുത്ത മുഖങ്ങളായിരിക്കും. ഏതുപോലെ എന്നറിയുമോ? കഅന്ന വുജൂഹുഹുമുശ് ശംസ്, അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്നുണ്ടാകും. അവർ വെറും കൈയോടെയല്ല വരിക, വെറും കൈയോടെ കാലിക്കൈകളുമായല്ല അവർ വരിക. അവരേത് രീതിയിലാണ് വരിക? മാഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹനൂതുൽ ജന്ന, അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയുണ്ടായിരിക്കും, അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള സൗരഭ്യമുണ്ടായിരിക്കും, സ്വർഗത്തിൽ നിന്നുള്ള അത്തറുകൾ ഉണ്ടായിരിക്കും, സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരിക്കും. അവരെങ്ങനെ ഹത്താ യജ്ലിസൂ മിൻഹു മദ്ദൽ ബസർ, ഈ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച എത്ര ദൂരം സഞ്ചരിക്കുമോ, എത്ര ദൂരം ഇയാൾക്ക് കാണാൻ സാധിക്കുമോ, അത്രയും ദൂരം ആ മലക്കുകൾ നിരന്നിരിക്കുന്നതാണ്. ആ മലക്കുകളുടെ എണ്ണം എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ? ആ മലായികത്തിന്റെ എണ്ണം എത്രയായിരിക്കും? ആ മനുഷ്യൻ കിലോമീറ്ററുകളോളം കാണുകയാണെങ്കിൽ അവിടെയെല്ലാം മലക്കുകളെയാണ് അയാൾ കാണുക. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെയാണ് അയാൾ കാണുക. മറ്റൊരു കാഴ്ചയും അയാൾ കാണുന്നതല്ല. ഹൃദയത്തിന് ഹരമായൊരു കാഴ്ചയാണ്, കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്, മനസ്സിന് ആനന്ദം നൽകുന്ന കാഴ്ചയാണ്. പിന്നീടതാ സുമ്മ യജീഉ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം, പിന്നീടാണ് മലക്കുൽ മൗത്തിന്റെ വരവുണ്ടാകുന്നത്. റൂഹ് പിടിക്കാൻ ഏൽപ്പിച്ച മലക്കുൽ മൗത്തിന്റെ വരവുണ്ടാകുന്നത് പിന്നീടാണ്. ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്നും ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആളുകളുടെ എല്ലാം റൂഹ് പിടിക്കുന്നത് മലക്കുൽ മൗത്താണ്. മലക്കുൽ മൗത്തിനെയാണ് അള്ളാഹു ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ മലക്കുൽ മൗത്തിന്റെ വേഗത എത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ? ആ മലക്കുൽ മൗത്തിന്റെ കാര്യക്ഷമത എത്രയായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ? പിന്നീട് ആ മലക്കുൽ മൗത്ത് വരികയാണ്. ഹത്താ യജ്ലിസു ഇൻദ റഅസിഹി ഫയഖൂൽ, എന്നിട്ട് ഈ മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് ബഹുമാനത്തോടെ ആദരവോടെ ഇരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മലക്കുൽ മൗത്ത് പറയുകയാണ്. മറ്റു ഹദീസുകളിൽ മലക്കുൽ മൗത്തിന്റെ രൂപത്തെക്കുറിച്ച് റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. മുഅ്മിനായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് മാന്യമായ രൂപത്തിൽ, കണ്ടാൽ ആശ്വാസം തോന്നുന്ന രൂപത്തിലാണ് മലക്കുൽ മൗത്ത് വരിക. എന്നിട്ടതാ തലയുടെ ഭാഗത്തിരിക്കുകയാണ്. എന്തിനാണ് തലയുടെ ഭാഗത്തിരിക്കുന്നത്? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ രോഗികളായി കിടന്നു കഴിഞ്ഞാൽ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണ് സാധാരണ ഇരിക്കാറ് പ്രിയപ്പെട്ടവരെ? തലയുടെ ഭാഗത്താണ് നമ്മൾ ഇരിക്കുക. എന്നിട്ട് തലയിൽ കൈവച്ചുകൊണ്ടാണ് അല്ലാഹുമ്മ റബ്ബന്നാസി എന്ന് തുടങ്ങുന്ന ദുആ നാം അവർക്ക് വേണ്ടി നടത്തുക. അതൊരു വല്ലാത്ത സമാധാനമാണ്. ഈ മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് മലക്കുൽ മൗത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് വിളിക്കുകയാണ്, അയ്യത്തുഹൻ നഫ്സുത് തയ്യിബ, അല്ലയോ നല്ല ആത്മാവേ, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തി ഉൾക്കൊള്ളുന്ന ആത്മാവേ, അല്ലയോ പരിശുദ്ധമായ ആത്മാവേ, ഉഖ്റുജീ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും അവന്റെ തൃപ്തിയിലേക്കും യാത്ര പുറപ്പെടേണ്ട സമയമാണ്. വല്ലാത്തൊരാനന്ദമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും സാക്ഷ്യപ്പെടുത്തുകയും സുമ്മസ്തഖാമു, എന്നിട്ട് നിലപാട് നേരാവണ്ണമാക്കി തീർക്കുകയും ചെയ്ത ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, ആകാശലോകത്ത് നിന്നതാ മരണത്തിന്റെ സമയത്ത് മാലാഖമാര് മലക്കുകൾ ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവരോട് പറയുന്നത് എന്താണ്? അല്ലാ തഖാഫു, ഭയപ്പെടേണ്ടതില്ല. ഈ കാണാത്ത കാഴ്ചകൾ കണ്ടിട്ട്, അനുഭവിക്കാത്ത അനുഭവങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല. വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. കുടുംബത്തെ പിരിയുകയാണ്, ഇനിയൊരു തിരിച്ചുവരവില്ല, മക്കളെ ഇനി കാണാൻ
കഴിയില്ല, ഭാര്യനെ കാണാൻ കഴിയില്ല, കൂട്ടുകാരുമായി ഇനി ഒരു ഒത്തുകൂടലില്ല, സംഘടനാ പ്രവർത്തകരുമായി ഇനി ഒരു സംഘടനാ പ്രവർത്തനമില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ മുഴുവൻ തിരിച്ചറിയുമ്പോ റബ്ബേന്റെ ഇവിടുത്തെ ജീവിതം അവസാനിക്കുകയാണെന്നുള്ള പച്ചപ്പരമാർത്ഥത്തെ തിരിച്ചറിയുമ്പോ ആ മനുഷ്യന്റെ ഉള്ളിലൊരു ദുഃഖമണ പൊട്ടുകയാണ്. ആ ദുഃഖത്തെ അമർച്ച ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുകയാണ്, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ഒരു സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തെ ഓർത്തുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക, ആ സ്വർഗത്തെ ചിന്തിച്ചുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. മലക്കുകളുടെ ഈ വിളി അങ്ങനെ കേൾക്കുമ്പോ, മലക്കുകളുടെ ഈ സന്തോഷ വാർത്ത അങ്ങനെ കേൾക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്, ആ റൂഹിന്റെ പ്രതികരണം എങ്ങനെയാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആ റൂഹ് ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക എന്നറിയുമോ? ഫതഖറുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫിസ്സിഖാ, നിറയെ വെള്ളമുള്ള പാനപാത്രം അതൊന്ന് ചരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം സുഗമമായി പുറത്തേക്ക് വരുന്നത് പോലെ, അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, വേദനയില്ലാതെ, മടിയില്ലാതെ, കഷ്ടപ്പാടില്ലാതെ, പ്രയാസമില്ലാതെ ആത്മാവതാ ശരീരത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുകയാണ്. ആത്മാവതാ പുറത്തേക്ക് വരികയാണ്. ആത്മാവ് പുറത്തേക്ക് വരുമ്പോ മലക്കുകളതാ ധൃതിയോടുകൂടി ആ റൂഹിന്റെ അടുത്തേക്ക് വരികയാണ്. ഫയഖുദുഹാ ഫഇദാ അഖദഹാ ലം യദഊഹാ ഫി യദിഹി തർഫതു ഐനിൻ ഹത്താ യഖുദൂഹാ, മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് ആ റൂഹിനെ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പിടിച്ചു വാങ്ങുകയാണ്. ആനന്ദത്തോടുകൂടി, ആർത്തിയോടുകൂടി ആ റൂഹിനെ അതാ അവരെ ബഹുമാനത്തോടെ പിടിച്ചു വാങ്ങുകയാണ്. ഏതുപോലെ എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വീട്ടിലേക്ക് നാം വളരെ ഇഷ്ടപ്പെട്ടൊരു അതിഥി വന്നു കഴിഞ്ഞാൽ വീട്ടുകാരിൽ ഓരോ ആളുകളും ആ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി മത്സരിക്കാറില്ലേ? ആ അതിഥിയെ ബഹുമാനിക്കാൻ വേണ്ടി മത്സരിക്കാറില്ലേ? അതുപോലെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഈ മനുഷ്യനെ ബഹുമാനിക്കുന്നതിന് വേണ്ടി, ഈ മനുഷ്യനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പരസ്പരം മത്സരിക്കുകയാണ്. കണ്ണിമ വെട്ടുന്ന നേരം പോലും പാഴാക്കാതെ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്നതാ ഈ മനുഷ്യന്റെ ആത്മാവിനെ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് അവർ ആദ്യം ചെയ്യുന്ന പണി എന്താണ്? സ്വർഗത്തിൽ നിന്ന് അള്ളാഹു കൊടുത്തുവിട്ടൊരു കഫൻ പുടവയുണ്ടല്ലോ, ആ കഫൻ പുടവയിൽ ഈ ആത്മാവിനെ ചുറ്റിപ്പൊതിയുകയാണ്. എന്നിട്ട് ആ കഫൻ പുടവക്ക് മുകളിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സുഗന്ധദ്രവ്യമുണ്ടല്ലോ, ആ സുഗന്ധദ്രവ്യം അതാ കഫൻ പുടവക്ക് മുന്നിൽ പൂശുകയാണ്. എന്നിട്ട് റസൂൽ പറയുകയാണ്, പിന്നീട് എന്താണ് ഉണ്ടാകുക? ഭൂമിയിൽ ഒരാളും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഭൂമിയിൽ ഒരാളും ഇന്ന് വരെ ആസ്വദിച്ചിട്ടില്ലാത്ത അത്രക്ക് ഉന്നതമായ, ഉദാത്തമായ, പരിശുദ്ധമായ ഒരു മിസ്കിന്റെ മണമതാ, ഒരു കസ്തൂരിയുടെ മണമതാ ആ റൂഹിൽ നിന്ന് പുറപ്പെടുകയാണ്, ആ കഫൻ പുടവയിൽ നിന്ന് പുറപ്പെടുകയാണ്. പിന്നീട് ഒരു യാത്ര തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്ക്, ഈ മഹാപ്രപഞ്ചത്തിന്റെ അപ്പുറത്തേക്ക് ആ റൂഹിനെയും കൊണ്ട് മലക്കുകൾ യാത്ര പോകുകയാണ്. വാനലോകത്തേക്ക് അങ്ങനെ കയറി പോകുന്നു. ഭൂമിയുടെ സപ്തപാളികളും കഴിഞ്ഞ് ആകാശലോകത്തേക്ക് അങ്ങനെ കയറി പോകുകയാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം അള്ളാഹുവിന്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആകാശഭൂമികൾക്കിടയിൽ ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലുമില്ല. അവിടെ ഒരു മലക്ക് സുജൂദ് ചെയ്തിട്ടല്ലാതെ, അവിടെ ഒരു മലക്ക് റുക്കൂ ചെയ്തിട്ടല്ലാതെ, അവിടെ ഒരു മലക്ക് തസ്ബീഹും തക്ബീറും തഹ്ലീലുമായി കഴിഞ്ഞുകൂടിയിട്ടല്ലാതെ ആകാശഭൂമികൾക്കിടയിൽ ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും കണ്ടെത്താൻ കഴിയുകയില്ല. ഈ മലക്കുകളെയും കടന്നുകൊണ്ടാണ് ഈ റൂഹ് പോകുക. ആ സമയത്ത് ഈ മലക്കുകൾ പറയുകയാണ്, ഇതേത് ആത്മാവാണ്, ഇതേത് റൂഹാണ്? ഇസ്സത്തിന്റെ, അന്തസ്സിന്റെ, പരിശുദ്ധിയുടെ, സൗരഭ്യത്തിന്റെ, സൗന്ദര്യത്തിന്റെ,
സൗഭാഗ്യത്തിന്റെ പ്രതീകമായ ഈ റൂഹ് ഏത് റൂഹാണ്, ആരുടെ റൂഹാണെന്ന് ചോദിക്കുമ്പോ ഫയഖൂലൂൻ, ആ മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവന്റെ റൂഹും കൊണ്ട് ആകാശത്തേക്ക് യാത്രയാകുന്ന മലക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നയാളുടെ മകൻ ഇന്നയാളാണ്. ഉപ്പാന്റെ പേര് ചേർത്തിട്ടാണ് പരിചയപ്പെടുത്തി കൊടുക്കുക. എങ്ങനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുക? ബിഅഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂന ബിഹാ ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ വെച്ച് അവൻ വിളിക്കപ്പെട്ട ഏറ്റവും നല്ല പേരുണ്ടല്ലോ, ഏറ്റവും നല്ല നാമമുണ്ടല്ലോ, ആ നാമം കൊണ്ടാണ് പരിചയപ്പെടുത്തുക, ആ പേര് കൊണ്ടാണ് പരിചയപ്പെടുത്തുക. വിളിച്ചു കേൾക്കാൻ അവൻ ഇഷ്ടപ്പെടുന്ന പേര്, വിളിക്കുമ്പോൾ അവന് സന്തോഷമുണ്ടാകുന്ന പേര്, വിളിക്കുമ്പോൾ അവന് ആനന്ദമുണ്ടാകുന്ന പേര്, ആ പേര് കൊണ്ടാണ് പരിചയപ്പെടുത്തുക. അങ്ങനെ മലക്കുകളുടെ അഭിവാദ്യങ്ങളും ആശീർവാദങ്ങളും മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ റൂഹദ യാത്ര തുടരുകയാണ്. ഏതുവരെ? ഹത്താ യൻതഹൂ ബിഹാ ഇലസ്സമാഇ ദുനിയാ, ഒന്നാമത്തെ ആകാശത്തിന്റെ പരിസരത്ത് അവരെത്തുകയാണ്, ഒന്നാമത്തെ ആകാശത്തിന്റെ കീഴ് അവരെത്തുകയാണ്. ഫയസ്തഫ്തിഹൂന ലഹു ഫയുഫ്തഹു ലഹും, ആകാശത്തിന്റെ കാവൽ മാലാഖമാരുണ്ട്, ഓരോ ആകാശത്തിനും ഓരോ കാവൽ മാലാഖമാരുണ്ട്. ആ കാവൽ മലക്കുകളോട് അനുമതി ചോദിക്കുകയാണ്. അനുമതി ചോദിക്കേണ്ട താമസമതാ, ആകാശത്തിന്റെ വാതിലതാ തുറക്കപ്പെടുകയാണ്. ഫയുശയ്യഉഹു മിൻ കുല്ലി സമാഇ മുഖറബൂഹാ ഇല സമാഇ അല്ലതി തലീഹാ, ഒന്നാമത്തെ ആകാശത്തിൽ നിന്ന് രണ്ടാമത്തെ ആകാശത്തിലേക്ക്, രണ്ടിൽ നിന്ന് മൂന്നിലേക്ക്, മൂന്നിൽ നിന്ന് നാലിലേക്ക്, നാലിൽ നിന്ന് അഞ്ചിലേക്ക്, അങ്ങനെ യാത്ര തുടർന്ന് ഹത്താ യുൻതഹാ ബിഹി ഇല സമാഇ സാബിഅ, ഏഴാമത്തെ ആകാശം വരെ യാത്ര തുടരുമെന്നാണ്. ആ ഏഴാമത്തെ ആകാശത്തിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ അർശുള്ളത്. ആ ഏഴാകാശങ്ങൾക്കും അപ്പുറത്താണ് അള്ളാഹുവിന്റെ അർശുള്ളത്. അവിടെയാണ് സിദ്റത്തുൽ മുൻതഹ ഉള്ളത്, അവിടെയാണ് ബൈത്തുൽ മാമൂർ ഉള്ളത്, അവിടെയാണ് ഗതകാലത്ത് മരിച്ചുപോയ പിഞ്ചുകുട്ടികളുടെ ആത്മാക്കളുള്ളത്, അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളത്, അവിടെയാണ് ഇല്ലിയൂൻ ഉള്ളത്. എന്താണ് ഇല്ലിയൂൻ പ്രിയപ്പെട്ടവരെ? അള്ളാഹു അനുഗ്രഹിച്ച മനുഷ്യരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്ന രേഖയുടെ പേരാണ് ഇല്ലിയൂൻ. ശുഹദാക്കളുടെ, സിദ്ദീഖുകളുടെ, അംബിയാക്കളുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ എല്ലാം കിതാബ് രേഖപ്പെടുത്തി വെക്കുന്ന രേഖക്കാണ് ഇല്ലിയൂൻ എന്ന് പറയുക. അങ്ങനെ ആകാശത്തെത്തുമ്പോ, ഏഴാമത്തെ ആകാശത്തെത്തുമ്പോ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അള്ളാഹുവിന്റെ ഓർഡർ വരികയാണ്, അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. എന്താണ് ആ കൽപ്പന? ഉക്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലീൻ, എന്റെ അടിമയുടെ, എന്റെ പ്രിയപ്പെട്ട അടിമയുടെ കിതാബ് ഉണ്ടല്ലോ, ആ കിതാബ് ഇല്ലീനിൽ രേഖപ്പെടുത്തി വെക്കണേ എന്ന് അതാ റബ്ബ് മലക്കുകളോട് പറയുകയാണ്. എന്നിട്ട് അള്ളാഹു വേറൊരു കൽപ്പന കൂടി കൊടുക്കുന്നു. എന്താണ് ആ കൽപ്പന? വഉഈദൂഹു ഇലൽ അർദ്, എന്നിട്ട് അവനെ ഭൂമിയിലേക്ക് തന്നെ മടക്കുക. ആകാശവാസം തുടങ്ങാറായിട്ടില്ല, സ്വർഗവാസം തുടങ്ങാറായിട്ടില്ല, അവനെ ഭൂമിയിലേക്ക് തന്നെ മടക്കുക. ഫഇന്നീ മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറതൻ ഉഖ്റാ, ആ മണ്ണിൽ നിന്നാണ് നാം അവനെ പഠിച്ചത്, ആ മണ്ണിലേക്ക് തന്നെയാണ് നാം അവനെ മടക്കാൻ പോകുന്നത്, ആ മണ്ണിൽ നിന്ന് തന്നെയാണ് മറ്റൊരവസരത്തിൽ ഞാൻ സ്വർഗജീവിതത്തിന് വേണ്ടി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, മലക്കുകളതാ ഫതുആദു റൂഹുഹു ഫീ ജസദി, ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഈ റൂഹിനെ മടക്കുകയാണ്, ആത്മാവിനെ മടക്കുകയാണ്. ഖബറിലേക്ക്, ആ ഖബറിൽ വെച്ചിട്ടുണ്ടാകും. ആ ഖബറിൽ അവൻ അങ്ങനെ കിടക്കുമ്പോ റൂഹും ശരീരവും കൊണ്ടും സംയോജിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ ഖബറിൽ വെച്ച് അവന് പുതുജീവൻ നൽകപ്പെടുകയാണ്. ഫയതീഹി മലക്കാൻ, ആ ഖബറിലേക്ക് അതാ രണ്ട് മലക്കുകൾ വരികയാണ്. അള്ളാഹു ഏൽപ്പിച്ച രണ്ട് മലക്കുകളാണത്. അവരുടെ പേരുകൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുൻകർ നക്കീർ അലൈഹിമസ്സലാത്തു വസ്സലാം. ഈ രണ്ട് മലക്കുകൾ അതാ ഖബറിലേക്ക് വരികയാണ്. എന്നിട്ട് ആ മനുഷ്യനെ അതാ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. ഫയുജ്ലിസാനിഹി ഫയഖൂലാനി ലഹു, എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം പ്രിയപ്പെട്ടവരെ? മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ രക്ഷിതാവ്? ആ മനുഷ്യനതാ മറുപടി പറയുകയാണ്, റബ്ബി അല്ലാഹ്,
എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ റബ്ബ് അല്ലാഹ് മാത്രമാണ്. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഈ ദുനിയാവിൽ വെച്ച് കലിമത്ത് തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവരെ സന്തോഷിച്ചു കൊള്ളുക. നാളെ പരലോകത്തും ഖബറിലായാലും മഹ്ശറയിലായാലും ആ കലിമത്തിൽ അല്ലാഹു നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ അകത്ത് മലക്കുകൾ ഈ ചോദ്യം ചോദിക്കുമ്പോ വളരെ സിമ്പിളായ മറുപടി അങ്ങോട്ട് പറയാൻ കഴിയില്ല. മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ ജീവിതത്തിൽ തൗഹീദ് ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വഹദാനിയത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഈ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ മൊയ്‌ദി ശൈഖേ എന്ന് നീട്ടി വിളിക്കുന്ന, മമ്പറത്ത് തങ്ങളെ എന്ന് നീട്ടി വിളിക്കുന്ന, ഉള്ളാളത്ത് തങ്ങളെ എന്ന് നീട്ടി വിളിക്കുന്ന, അജ്മീറിലെ ഖോജ എന്ന് നീട്ടി വിളിക്കുന്ന പതിനായിരക്കണക്കിന് തങ്ങന്മാരെയും ഔലിയാക്കളെയും മുക്കിന് മുക്കിന് വിളിച്ചുകൊണ്ടിരിക്കുന്നവരെ നാളെ ഖബറിൽ വെച്ചുള്ള ചോദ്യത്തിന് റബ്ബീ അല്ലാ എന്ന മറുപടി പറയാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. കാരണം ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ ആ റബ്ബിനെ റബ്ബായി നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ആ റബ്ബിന് പകരമായി ഔലിയാക്കളെയാണ് നിങ്ങൾ സ്വീകരിച്ചത്. ആ റബ്ബിന് പകരമായി ബദരീങ്ങളെയാണ് നിങ്ങൾ സ്വീകരിച്ചത്. ആ റബ്ബിന് പകരമായി ഉഹുദീങ്ങളെയാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ട് ആ റബ്ബി അല്ലാ എന്ന മറുപടി പറയാൻ സാധ്യമല്ല. എന്റെ മുന്നിലിരിക്കുന്ന മുവഹിദുകളായ ആളുകളെ, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ജാറങ്ങളെ തേടിപ്പോകാത്ത, മക്ബറകളെ തേടിപ്പോകാത്ത, ഔലിയാക്കളെ തേടിപ്പോകാത്ത, തങ്ങന്മാരെ തേടിപ്പോകാത്ത, രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ മുസല്ലയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്ന, ഇസ്തിഗ്ഫാർ നടത്തുന്ന, ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുവഹിദുകളെ, ബശ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക. കാരണം നിങ്ങൾക്ക് ഖബറിൽ വെച്ച് ഇതേ അവസ്ഥയിൽ മരണപ്പെട്ടു പോകാൻ സാധിച്ചാൽ ഖബറിൽ വെച്ച് റബ്ബി എന്റെ രക്ഷിതാവ് ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു മാത്രമാണെന്ന് സധൈര്യം നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതോടുകൂടി ചോദ്യം അവസാനിക്കുന്നില്ല. ഫയഖൂലാന, മലക്കുകൾ കൊണ്ടും ചോദിക്കുകയാണ്, മാ ദീനുക, നിന്റെ ദീനേതാണ്, നിന്റെ മതമേതാണ്? ഇവിടെ ദുനിയാവിൽ പല ആളുകൾക്കും മതമെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അനുഷ്ഠാന മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആചാരം മാത്രമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരാ, മനുഷ്യർക്ക് ദീനിയൽ ഇസ്ലാം എന്ന് മറുപടി പറയാൻ സാധ്യമല്ല. അവർക്ക് വിവാഹത്തിന്റെ വേളയിൽ ദീനില്ല, വസ്ത്രധാരണയിൽ ദീനില്ല, കച്ചവടത്തിൽ ദീനില്ല, അതുപോലെ തന്നെ സമ്പാദ്യത്തിൽ ദീനില്ല, പെരുമാറ്റത്തിലും ദീനില്ല, ഒന്നിലും ദീനില്ല. ആകെ ദീനുണ്ടാവുക വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ തോന്നുമ്പോ ഏതെങ്കിലും സമയത്ത് പള്ളിയിൽ കയറി നിസ്കരിക്കുമ്പോൾ മാത്രമാണ്. പടച്ച റബ്ബിന്റെ ഉടമസ്ഥനായ റബ്ബിനെ തന്നെയാണ് സത്യം. ഈ ഒരു നിലപാടുള്ള മനുഷ്യർക്ക് ഖബറിൽ വെച്ച് മുൻകർ നക്കീറിന്റെ ചോദ്യത്തിന് ദീനിയൽ ഇസ്ലാം എന്ന മറുപടി പറയാൻ സാധ്യമല്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വേഷഭൂഷാദികളിലും ജീവിതത്തിന്റെ ആഘോഷത്തിന്റെ രംഗങ്ങളിലുമെല്ലാം ഈ പരിശുദ്ധ ഇസ്ലാമിനെ മുറുകെ പിടിച്ച ആളുകളുണ്ടല്ലോ, ആ മുറുകെ പിടിച്ച ആളുകൾ ധൈര്യത്തോടുകൂടി സ്ഥൈര്യത്തോടുകൂടി പറയുകയാണ്, ദീനിയൽ ഇസ്ലാം, എന്റെ മതം ഇസ്ലാമാണ്. ഒരു മുസ്ലിമായി ജീവിച്ചാൽ അങ്ങേറ്റം പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന രംഗങ്ങളുണ്ട് ജീവിതത്തിൽ. താടി വെച്ചവരെ വേറെ കണ്ണോടെ കാണുന്ന സമയമുണ്ട്, നിര്യാണിക്ക് മുകളിൽ പേന്റ് ഉടുത്തവരെ വേറെ കണ്ണോടുകൂടി കാണുന്ന സമയമുണ്ട്. അതെല്ലാം അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഈ ദീനിന്റെ ഷിആറുകളെ മുറുകെ പിടിച്ച, ഈ ദീനിന്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച ആളുകൾ അതാ ഖബറിൽ വെച്ചവര് പറയുകയാണ്, ദീനീ അൽ ഇസ്ലാം, ഇസ്ലാമാണ് എന്റെ ദീന്, അതനുസരിച്ചാണ് ഞാൻ നടന്നത്. ഫയഖൂലാനി ലഹു, ചോദ്യം അവസാനിക്കുന്നില്ല. അവർ വീണ്ടും ചോദിക്കുകയാണ്, മാ ഹാദർ റജുലുൽ ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട, നിങ്ങളിലേക്ക് വന്ന ഈ മനുഷ്യനാരാണ് നിങ്ങൾക്കറിയുമോ? പ്രവാചകനെ കാണിച്ചിട്ടാണ് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ നബിയെ കണ്ടിട്ടുണ്ടോ? നമ്മൾ നബിയെ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ യഥാർത്ഥ പ്രവാചക സ്നേഹിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകന്റെ പുരികം എങ്ങനെയാണെന്നറിയാം, ആ പ്രവാചകന്റെ കണ്ണെങ്ങനെയാണെന്നറിയാം, ആ പ്രവാചകന്റെ കൈ എങ്ങനെയാണെന്നറിയാം,
ആ പ്രവാചകന്റെ കാലെങ്ങനെയാണെന്നറിയാം, ആ പ്രവാചകന്റെ മുടി എങ്ങനെയാണെന്നറിയാം, ആ പ്രവാചകന്റെ താടി എങ്ങനെയാണെന്നറിയാം, എത്ര മുടികൾ നരച്ചിട്ടുണ്ടെന്നറിയാം, എങ്ങനെ നടക്കുമെന്നറിയാം, ആംഗ്യ ഭാഷകൾ എങ്ങനെയാണെന്നറിയാം. കാരണം ഹദീസുകളിൽ ഇതെല്ലാം കൃത്യമായി വന്നിട്ടുണ്ട്. സ്വന്തത്തോട് ചോദിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, പ്രവാചകന് മുന്നിൽ കാണുന്നത് പോലെ ഹദീസിൽ വിവരിക്കപ്പെട്ടിട്ടും എന്റെ പ്രവാചകന്റെ കൈ എങ്ങനെയാണെന്ന് അറിയുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? എന്റെ പ്രവാചകന്റെ നടത്തം എങ്ങനെയാണെന്ന് അറിയുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? എന്റെ പ്രവാചകന്റെ തടി എങ്ങനെയാണെന്നറിയുന്ന, എന്റെ പ്രവാചകന്റെ ഉയരം എങ്ങനെയാണെന്നറിയുന്ന, എന്റെ പ്രവാചകന്റെ സംസാരം എങ്ങനെയാണെന്നറിയുന്ന എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ? അറിയില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പ്രവാചക സ്നേഹികളല്ല പ്രിയപ്പെട്ടവരെ. റസൂലിനെ അടുത്തറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല, റസൂലിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. ആ ഒരവസ്ഥയിലാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ രൂപത്തെ കാണിക്കുമ്പോ പറയാൻ നമുക്ക് സാധ്യമല്ല, ഇതെന്റെ നബിയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ജീവിതത്തിൽ ഹൃദയം മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത് കൊണ്ട് നിറഞ്ഞ ആളുകളുണ്ടല്ലോ, ആ ആളുകൾക്ക് പ്രവാചകനെ കാണിച്ചു കൊടുക്കുമ്പോ അവരതാ മറുപടി പറയുകയാണ്, ഓ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാതമുൻ നബിയീൻ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന, എന്റെ ഹൃദയത്തിന്റെ ഭാഗമായ, എന്റെ കരളിന്റെ ഭാഗമായ, ഞാൻ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന കാൽപ്പാടുകൾ നോക്കി ഞാൻ സഞ്ചരിക്കുന്ന, പരലോകത്ത് വെച്ച് കണ്ടുമുട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എന്റെ റസൂലല്ലേ ഇത്, എന്റെ പ്രവാചകനല്ലേ ഇത്, നബിയല്ലേ ഇതെന്ന് അവരതാ മറുപടി പറയുകയാണ്. ചോദ്യം അവസാനിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. അടുത്ത ചോദ്യം, വമാ ഇൽമുക, നിന്റെ ഇൽമെന്താണ്, നിന്റെ അറിവെന്താണ്, നീ ഏറ്റവും നന്നായി പഠിച്ച കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോ പലർക്കും പല ഉത്തരമാണ് ഉണ്ടാവുക. ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, ബയോളജി പഠിച്ചിട്ടുണ്ട്, MBBS പഠിച്ചിട്ടുണ്ട്, ബിടെക്കും എംടെക്കും പഠിച്ചിട്ടുണ്ട്, BEd പഠിച്ചിട്ടുണ്ട്, ദുനിയാവിൽ പല ഡിഗ്രിയും ഞാൻ നേടിയെടുത്തിട്ടുണ്ട്, വർഷങ്ങൾ ഞാൻ റിസർച്ചിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിന് വേണ്ടി ആഴ്ചയിൽ അല്പസമയം പോലും ചെലവഴിക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൃത്യമായ മറുപടി നൽകാൻ സാധ്യമല്ല. എന്നാൽ ചില മനുഷ്യരുണ്ട്, ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം, മാറി നിൽക്കുന്ന സമയത്തെല്ലാം അള്ളാഹുവിന്റെ കലാമിനോട് അടങ്ങാത്ത പ്രേമമുള്ള, അള്ളാഹുവിന്റെ കലാമിനോട് അടങ്ങാത്ത ഇഷ്ടമുള്ള മനുഷ്യരുണ്ടല്ലോ. കുറച്ചൊഴിവ് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഓടിച്ചെന്നുകൊണ്ട് ഖുർആൻ എടുത്ത് ഒരു ഭാഗത്തിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന, ആ ഖുർആൻ പഠിക്കുന്ന, പഠിപ്പിക്കുന്ന, തദബ്ബുർ നടത്തുന്ന ആളുകളുണ്ടല്ലോ. ആളുകൾ അതാ ഖബറിൽ വെച്ച് പറയുകയാണ്, ഖറഅതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ കലാം പാരായണം ചെയ്തിട്ടുണ്ട്, ഫആമൻതു ബിഹി, ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്, വസദ്ദഖ്തു ബിഹി, ഞാൻ അതുകൊണ്ട് സത്യപ്പെടുത്തിയിട്ടുമുണ്ട്. ചോദ്യം അവസാനിക്കുകയാണ്, പരീക്ഷ അവസാനിക്കുകയാണ്. ഇനി റിസൾട്ടാണ് വരാൻ പോകുന്നത്. എന്താണ് റിസൾട്ട്? ഫയുനാദി മുനാദിൻ ഫിസ്സമാ, ആകാശത്തു നിന്നുള്ള ഒരു വിളിയാളം വരികയാണ്, ആകാശത്തു നിന്ന് അശരീരി വരികയാണ്. എന്താണ് അശരീരി? അൻ സദഖ അബ്ദി, എന്റെ അടിമയിതാ സത്യം പറഞ്ഞിരിക്കുന്നു, എന്റെ അബ്ദിതാ സത്യം പറഞ്ഞിരിക്കുകയാണ്. ഫഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവന് വിരിവിരിച്ചു കൊടുക്കുക, സ്വർഗ്ഗത്തിലെ വിരി അവന് വേണ്ടി വിരിച്ചു കൊടുക്കുക. മലക്കുകളോട് പറയുകയാണ്, കൽപ്പിക്കുകയാണല്ല, സ്വർഗ്ഗത്തിൽ അവന് വിരിച്ചു കൊടുക്കുക. വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഉടയാടകൾ അവനെ അണിയിക്കുക, സ്വർഗ്ഗത്തിലെ വസ്ത്രങ്ങൾ അവനെ അണിയിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, എന്നിട്ട് സ്വർഗ്ഗത്തിലേക്കുള്ളൊരു വാതിൽ ആ ഖബറിൽ നിന്ന് തുറന്നു കൊടുക്കുകയും ചെയ്യുക. ഫയതീഹി മിൻ റൗഹിഹാ വതീബിഹാ, ആ സ്വർഗ്ഗത്തിന്റെ അകത്തു നിന്നുള്ള സംഗീതങ്ങളും സൗരഭ്യങ്ങളും സുഖങ്ങളും തെന്നൽക്കാറ്റുകളും കുളിർക്കാറ്റുകളുമെല്ലാം ആ ഖബറിന്റെ അകത്തേക്ക് അങ്ങനെ വരികയാണ്, ഒഴുകി വരികയാണ്. ഫയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരി, പിന്നെ നടക്കുന്നത് എന്താണ്? രണ്ട് ഭാഗത്തേക്ക് നോക്കുമ്പോ ഖബറിന്റെ മതിലുകൾ കാണാനില്ല,
മണ്ണിന്റെ മതിലുകൾ കാണാനില്ല. കണ്ണെത്താ ദൂരത്തോളം ആ ഖബർ വിശാലമാകുകയാണ്. നോക്കത്താ ദൂരത്തോളം ആ ഖബർ അതാ വിശാലമാകുകയാണ്. ആ ഇരിക്കുന്ന സമയത്താണ് വയതീഹി റജുലുൻ ഹസനുൽ വജ്ഹ് ഹസനുൽ സിയാബ് ത്വയ്യിബുർ റൂഹ്. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരിക. നല്ല വസ്ത്രം ധരിച്ച, നല്ല മുഖമുള്ള, നല്ല സൗന്ദര്യമുള്ള, നല്ല സുഗന്ധം വമിക്കുന്ന ഒരു മനുഷ്യനതാ ആ ഖബറിലേക്ക് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ആ മനുഷ്യനെ കാണുമ്പോ ഈ ഖബറാളി ചോദിക്കുകയാണ്, മന്നൻ, ആരാണ് നീ? ആരാണ് നീ? നീ ഖൈറും കൊണ്ട് വന്നതാണ്. നിന്റെ മുഖം കാണുമ്പോ തന്നെ സന്തോഷമാണ്, ആനന്ദമാണെന്ന് പറയുമ്പോ ആ മനുഷ്യനതാ പറയുകയാണ്, ഹാദല്ലദീ യസുറുക, നിന്നെ സന്തോഷിപ്പിക്കുന്ന, ഹാദല്ലദീ യൗമു യസുറുക, നീ സന്തോഷിക്കുന്ന ദിവസമാണിത്, നീ ആനന്ദിക്കുന്ന ദിവസമാണിത്. ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാണ്, നിന്റെ ദാനധർമ്മങ്ങളാണ്, നിന്റെ നിസ്കാരങ്ങളാണ്, നിന്റെ ദഅവത്താണ്, നിന്റെ പരിശ്രമങ്ങളാണ്, നിന്റെ അധികാറുകളാണ്, നിന്റെ തിലാവത്തുകളാണ്. എന്നാ മനുഷ്യനതാ ആഗതനതാ പറയുകയാണ്, എന്നോട് മനുഷ്യരൂപം പൂണ്ട് നിന്നിലേക്ക് വരാൻ അല്ലാഹു കൽപ്പിച്ചതാണ്. നീ ഖബറിൽ കിടക്കുന്ന കാലത്തോളം നിനക്ക് കൂട്ടായി ഞാൻ ഉണ്ടാകും, നിനക്ക് കൂട്ടിരിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ആ മനുഷ്യനോട് പറയപ്പെടുകയാണ്, പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങുക. ആരും ശല്യപ്പെടുത്തില്ല, ആരും കല്ലെറിയില്ല, ആരും കൂക്കുവിളിക്കില്ല, ആരും ബഹിഷ്കരിക്കില്ല, ആരും കളിയാക്കില്ല, ആരും ഉപദ്രവിക്കില്ല, ആരും ശല്യം ചെയ്യില്ല. പുതുമണവാളനെ പോലെ ആദരവോടെ ബഹുമാനത്തോടെ കിടന്നുറങ്ങിക്കൊള്ളുക എന്ന് ആ മനുഷ്യനോട് പറയപ്പെടുകയാണ്. അങ്ങനെ ഉറക്കം തുടങ്ങുകയാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്രമമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുന്നത് വരെ നീണ്ടു നിൽക്കുന്ന വിശ്രമമാണ്. ആ വിശ്രമം അങ്ങനെ നീളുകയാണ് പ്രിയപ്പെട്ടവരെ, അനന്തമായ കാലം. എന്നാൽ എല്ലാ വൈകുന്നേരങ്ങളിലും ആ മനുഷ്യനെ അല്ലാഹു അതാ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? ആ സ്വർഗത്തിലേക്ക് തുറക്കപ്പെട്ട വാതിലുണ്ടല്ലോ, ആ വാതിലിലൂടെ സ്വർഗം കാണുന്നതിന് വേണ്ടിയാണ്, സ്വർഗം അറിയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ആ വാതിലിലൂടെ സ്വർഗം അങ്ങനെ കാണുമ്പോ, സ്വർഗം അങ്ങനെ ദർശിക്കുമ്പോ ആ മനുഷ്യന് പറയാനുള്ള ഒരേ ഒരു വാക്ക് എന്താണെന്നറിയുമോ? അല്ലാഹുമ്മ റബ്ബി അഖിമിസ്സാഅ, അല്ലാഹുമ്മ റബ്ബി അഖിമിസ്സാഅ, അല്ലാഹു ഒന്ന് അന്ത്യനാളാക്കി തരണേ, അല്ലാഹു ഒന്ന് ഇസ്രാഫീലിനെ കൊണ്ട് ഊതിക്കണേ, ഒന്ന് ലോകം അവസാനിക്കണേ. എന്തിനാണ്? ഹത്താ അർജിഉ ഇലാ മാലി വ അഹ്ലി, നീ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ സമ്പത്തുണ്ടല്ലോ, നീ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഈ കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തിലേക്ക് ഞാനൊന്ന് മടങ്ങട്ടെ, എന്റെ സമ്പത്തിലേക്ക് ഞാനൊന്ന് മടങ്ങട്ടെ, എന്റെ സാമ്രാജ്യത്തിലേക്ക് ഞാനൊന്ന് മടങ്ങട്ടെ, എന്റെ കൊട്ടാരത്തിലേക്ക് ഞാനൊന്ന് മടങ്ങട്ടെ എന്ന് ആ ഖബറാളി എല്ലാ ദിവസവും ആവശ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്ക് നിങ്ങൾ, നമ്മുടെ ഉറക്കത്തിന്റെ യഥാർത്ഥ സുഖം എപ്പോഴാണ് നമ്മൾ അറിയുക? സമാധാനത്തോടെ സന്തോഷത്തോടെ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. ഈ സ്വർഗവാസിയായ ഖബറാളിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും ആ സുഖം നൽകുമെന്നാണ്, എല്ലാ ദിവസവും ആ ആനന്ദം നൽകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ എഴുന്നേൽക്കുന്ന ഒരു രംഗമുണ്ട്, ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖുർആനുമായി അടുത്ത ബന്ധം പ്രാപിച്ച ആളുകൾ, ഖുർആനുമായി അടുത്ത ബന്ധം പുലർത്തിയ ആളുകൾ, അവരെങ്ങനെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഖുർആൻ ഖബറിന്റെ അടുത്ത് വന്ന് നിൽക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ ഖബറിൽ നിന്ന് ഖബറാളി ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോ ഖുർആനതാ ഖബറാളിയോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ? എന്നെ നിനക്ക് പരിചയമുണ്ടോ? അവിടെ നിന്നാണ് ചോദിക്കുന്നത്, മഅ്ശറയിൽ വെച്ചാണ് ചോദിക്കുന്നത്. ആ മഅ്ശറയിലെ യഥാർത്ഥ രംഗം എന്താണ്? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീ. ഏട്ടനെ വേണ്ടാത്ത, അനുജനെ വേണ്ടാത്ത, ഉമ്മയെ വേണ്ടാത്ത, മക്കളെ വേണ്ടാത്ത, ബാപ്പയെ വേണ്ടാത്ത, ഭാര്യയെ വേണ്ടാത്ത, കൂട്ടുകാരനെ വേണ്ടാത്ത, ആരെയും മൈൻഡ് ചെയ്യാത്ത ദിവസമാണ്. ആ ദിവസത്തിലാണ് ഒരാള് മറ്റൊരാളോട് പരിചയപ്പെടുന്നത് എന്ന് ചോദിക്കുന്നത്, എന്നെ നിനക്കറിയുമോ? എന്നെ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നത്. ഖബറാളി പറയുകയാണ്, മനസ്സിലായിട്ടില്ല. ആരാണ് നീ എന്ന് ഖബറാളി ചോദിക്കുമ്പോ ആ മനുഷ്യന് വീണ്ടും ചോദിക്കുകയാണ്, എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലേ?
എന്നെ നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലേ? ഖബറാളി വീണ്ടും മറുപടി പറയുന്നു, ഇല്ല, മനസ്സിലായിട്ടില്ല. മൂന്നാമതും ചോദിക്കുകയാണ്, എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ലേ? മൂന്നാമതും തിരിഞ്ഞിട്ടില്ല എന്ന് മറുപടി പറയുമ്പോ ആ മനുഷ്യനതാ ഖുർആനതാ മറുപടി പറയുകയാണ്, ഞാൻ നിന്റെ ഖുർആനല്ലേ, ഞാൻ നിന്റെ ഖുർആനല്ലേ, എനിക്ക് വേണ്ടിയല്ലേ നീ ഏറുകൊണ്ടത്, എനിക്ക് വേണ്ടിയല്ലേ നീ ത്യാഗം സഹിച്ചത്, എനിക്ക് വേണ്ടിയല്ലേ നീ രാത്രി ഉറക്കമിളച്ചത്, നാട് മുഴുവൻ കിടന്നുറങ്ങുമ്പോ നീ നിന്റെ കിടക്കപ്പായിൽ നിന്ന് സ്വന്തം ശരീരത്തെ പറിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ എന്നെ പാരായണം ചെയ്തിട്ടല്ലേ നീ നിന്നത്, എന്റെ ആദർശം നെഞ്ചിലേറ്റിയത് കൊണ്ടല്ലേ വഹാബി എന്ന് വിളി കേൾക്കേണ്ടി വന്നത്, നീ ബഹിഷ്കരിക്കപ്പെട്ടത്, ഉപദ്രവിക്കപ്പെട്ടത്, പ്രയാസപ്പെടുത്തപ്പെട്ടത് എന്ന് ആ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ നിന്റെ ഖുർആനാണ്. എന്നിട്ട് ഖുർആൻ പറയുന്ന വർത്തമാനം എന്താണെന്നറിയുമോ? എല്ലാ കച്ചവടക്കാരും അവരുടെ കച്ചവടത്തിൽ വലിയ ലാഭം കൊയ്യുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ കച്ചവടത്തിന്റെ യഥാർത്ഥത്തിലുള്ള ലാഭം വരുന്ന ദിവസം ഇതാണ്, നിന്റെ കച്ചവടത്തിൽ നീ ലാഭം കൊയ്യുന്ന ദിവസം ഇതാണ്. എന്നിട്ട് ഖുർആനതാ രണ്ട് സമ്മാനങ്ങൾ ആ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഒന്ന് ഖുൽദാണ്, ഒന്ന് മുൽക്കാണ്. അവന്റെ വലത് കൈയിലേക്ക് ഖുൽദ് കൊടുക്കുകയാണ്. ഖുൽദ് എന്ന് പറഞ്ഞാൽ അനശ്വരതയാണ്, മരണമില്ല, ഇനിയൊരിക്കലും മരണമില്ലാത്ത വിധം ആ മനുഷ്യന്റെ കയ്യിലേക്ക് ഖുൽദ് കൊടുക്കുകയാണ്. ഇടത് കൈയിലേക്ക് ആ മനുഷ്യന്റെ കയ്യിൽ മുൽക്ക് കൊടുക്കുകയാണ്, രാജാധികാരം കൊടുക്കുകയാണ്. വൈദാ റഅയ്ത ثم رأيت نعيما وملكا كبيرا. അള്ളാന്റെ റസൂൽ ആ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞാൽ അവിടെ വലിയ വലിയ അനുഗ്രഹങ്ങളും വലിയ വലിയ രാജാധികാരങ്ങളും അങ്ങേക്ക് അവിടെ കാണാൻ കഴിയുമെന്ന് പടച്ചറബ് ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രാജാധികാരമാണ് ഈ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്, ആ മുൽക്കാണ് ഈ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ്, ഇഖ്റ മിനൽ ഖുർആൻ, ഖുർആനിൽ നീ ഓതാൻ തുടങ്ങുക, പാരായണം ചെയ്യാൻ തുടങ്ങുക. ആ മനുഷ്യൻ ഖുർആനിൽ നിന്ന് തുടങ്ങുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ആയത്തുകളിൽ നിന്ന് ആയത്തുകളിലേക്ക്, സൂറത്തുകളിൽ നിന്ന് സൂറത്തുകളിലേക്ക്, ജുസുകളിൽ നിന്ന് ജുസുകളിലേക്ക് അവൻ അങ്ങനെ സഞ്ചരിക്കുമ്പോ ആകാശത്തിന്റെ സ്വർഗത്തിന്റെ പടവുകൾ, ദർജയുടെ പറവുകൾ അവനങ്ങനെ കയറി കയറി പോകുമെന്നാണ്. മറ്റൊരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത, മറ്റൊരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സ്വർഗത്തിന്റെ പടവുകൾ ആ മനുഷ്യനെങ്ങനെ കയറി കയറി പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതേസമയം മഅ്ശറയിൽ, മഅ്ശറ എന്ന് പറയുന്നത് എത്രമാത്രം വലുതായിരിക്കും പ്രിയപ്പെട്ടവരെ, എത്രമാത്രം വിശാലമായിരിക്കും നിങ്ങൾക്കറിയുമോ? ഈ ഭൂമിയെ അടിച്ചു പരത്തി സംവിധാനിക്കുകയാണ് ചെയ്യുക. ഇന്നാ ലജാഇലൂന മഅലൈഹാ സഈദൻ ജുറുസാ. വെളുവെളുത്ത മണൽപ്പരപ്പ് മാത്രമുള്ള വലിയൊരു മൈതാനിയായി ഭൂമിയെ സംവിധാനിക്കുകയാണ്. ഈ ഖുർആനിന്റെ അഹ്ലുകാരനായ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ മാതാപിതാക്കൾ മഅ്ശറയിൽ മറ്റേതോ സ്ഥലത്തതാ ഉടയാടകൾ നൽകി ബഹുമാനിക്കപ്പെടുകയാണ്, ഉടയാടകൾ നൽകി ആദരിക്കപ്പെടുകയാണ്. അവർക്കതാ കിരീടം വെക്കപ്പെടുന്നു, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന കിരീടം അവർക്ക് വെക്കപ്പെടുകയാണ്. അവർക്കതാ സ്വർണത്തിന്റെ വസ്ത്രങ്ങൾ ധരിപ്പിക്കപ്പെടുകയാണ്. ആ മനുഷ്യരതാ, ആ ഉമ്മയും ഉപ്പയും ആണും പെണ്ണും ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് ഞങ്ങൾക്കിത് നൽകുന്നത്, എന്തിനാണ് ഞങ്ങൾക്കിത് കിട്ടുന്നത്, ഞങ്ങൾക്കറിയില്ലല്ലോ. ആ സമയം മറുപടി പറയപ്പെടുകയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മക്കളെ ഖുർആനിന്റെ ആദർശപ്രകാരം നിങ്ങൾ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഉടയാടകൾ ലഭിക്കുന്നത് എന്ന് അവരോട് പറയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഹശ്റിന്റെ മൈതാനിയിൽ രണ്ട് തരത്തിലുള്ള മുഖങ്ങളെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ മുഖമേതാണ്? വഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ് ഹും ഫീഹാ ഖാലിദൂൻ. അപ്പൊ പ്രകാശിക്കുന്ന മുഖങ്ങളുള്ള ആളുകളുണ്ടല്ലോ, അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും, അള്ളാഹുവിന്റെ റഹ്മത്തിലായിരിക്കും, ആ റഹ്മത്തിൽ അവർ നിത്യവാസികളുമായിരിക്കുമെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശറാകുമുൽ യൗം. അന്ന്
അന്നേ ദിവസം മുഅ്മിനീങ്ങളെ അങ്ങ് കാണുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോടല്ല പറയുകയാണ്, അന്നേ ദിവസം സത്യവിശ്വാസികളെ അങ്ങ് കാണുമ്പോ യസ്ആനൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ നൂറത, അവരുടെ പ്രകാശമത അവരുടെ കൈകാലുകൾക്കിടയിലൂടെ, അവരുടെ മുഖങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പ്രകാശപൂരിതമായ മുഖത്തോടുകൂടിയാണ് സ്വർഗവാസികൾ നാളെ മഹ്ശറയിലേക്ക് വരിക. അവർ പറയുകയാണ്, യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ നൂറ് പൂർത്തീകരിച്ചു തരണമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രകാശം പൂർത്തീകരിച്ചു തരണമേ എന്ന്, അവ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ എന്ന് അവരതാ റബ്ബിനോട് പറയുകയാണ്. എന്തൊരു ഇസ്സത്തുള്ള, എന്തൊരു അന്തസ്സുള്ള, എന്തൊരു അഭിമാനമുള്ള, എന്തൊരു പ്രതാപമുള്ള അവസ്ഥയാണ് സ്വർഗവാസികൾക്ക് നാളെ പരലോകത്ത് മഹ്ശറയിൽ വെച്ച് ലഭിക്കാനിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് മുനാഫിഖുകളായ ആളുകളുണ്ട്. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത് ലില്ലദീന ആമനു ദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും. അവരതാ മുഅ്മിനീങ്ങളുടെ പ്രകാശം കാണുമ്പോ, മുഅ്മിനീങ്ങളുടെ പ്രകാശം കാണുമ്പോ അവരതാ പറയുകയാണ്, ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് തരുമോ, നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് തരുമോ. അവരോട് പറയപ്പെടുകയാണ്, ഇർജിഉ വറാഅക്കും ഫൽതമിസൂ നൂറാ, പിറകിലേക്ക് മടങ്ങിക്കൊള്ളുക, ദൂരേക്ക് മാറിക്കൊള്ളുക, എന്നിട്ട് സ്വന്തം പ്രകാശത്തെ നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക. ഫദരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബ് ബാതിനുഹു ഫീഹി റഹ്മ വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. മുനാഫിഖുകൾക്കും മുഅ്മിനുകൾക്കും ഇടയിൽ ഒരു മറയുണ്ടാക്കപ്പെടുകയാണ്. ആ മറക്കുള്ളിൽ അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ആ മറക്ക് പുറത്താകട്ടെ അദാബിലേക്ക് പോകാനുള്ള മനുഷ്യർ ഒരുമിച്ച് കൂടുകയാണ്. മുജ്രിമീങ്ങളോട്, കുറ്റവാളികളായ ആളുകളോട് മാറി നിൽക്കുക എന്ന്, മുഅ്മിനീങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അന്നേ ദിവസം ഗൗരവത്തോടുകൂടി പറയപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. ആ മറക്കപ്പുറത്ത് നിന്നുകൊണ്ട്, ആ മറയുടെ വെളിയിൽ നിന്നുകൊണ്ട് മുനാഫിഖുകൾ പറയുന്നൊരു വർത്തമാനമുണ്ട്. യുനാദൂനഹും അലം നകും മാകും, യുനാദൂനഹും അലം നകും മാകും, അവരതാ ഉറക്ക വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ആയിരുന്നില്ലേ, നിങ്ങളോടൊപ്പം നിസ്കരിച്ചിരുന്നില്ലേ, നിങ്ങളോടൊപ്പം നോമ്പെടുത്തിരുന്നില്ലേ, നിങ്ങളോടൊപ്പം സംഘടനാ പ്രവർത്തനത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടിരുന്നില്ലേ. ആ സമയത്ത് അലം നകും മാകും ഖാലൂ ബലാ വലാകിന്നകും ഫതൽതും അൻഫുസകും വതറബ്ബസ്തും വർതബതും വഗറത്കുമുൽ അമാനി, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ ഫിത്നയിലാക്കി കളഞ്ഞു, നിങ്ങൾ എന്തൊക്കെയോ കാത്തിരുന്നു, നിങ്ങൾ ഈ പരലോകത്തിന്റെ ദിവസത്തെ സംശയിച്ചു കളഞ്ഞു, ഹശറിന്റെ മൈതാനിയെ നിങ്ങൾ സംശയിച്ചു കളഞ്ഞു, നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു. വഗറത്കുമുൽ അമാനി, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു. ഹത്താ ജാ അംറുല്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ, മലക്കുൽ മൗത്ത് നിങ്ങളിലേക്ക് വരുന്നത് വരെ, യഥാർത്ഥ ബോധം നിങ്ങൾ യഥാർത്ഥത്തിൽ കാണുന്നത് വരെ നിങ്ങളെങ്ങനെ വഞ്ചിച്ചു കളഞ്ഞു. ആ മഹാവഞ്ചകനായ ഇബ്ലീസ് ഉണ്ടല്ലോ, ശൈത്താൻ ഉണ്ടല്ലോ, ആ ശൈത്താൻ അല്ലാഹുവിന്റെ വിഷയത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്തു, നിങ്ങളെ ചതിച്ചു കളയുകയും ചെയ്തു. ഫല്യൗമ ലാ യുഖദു മിൻകും ഫിദിയത്തുൻ വലാ മിനൽ ലദീന കഫറൂ മഅവാകുമുൻ നാർ ഹിയ മൗലാകും വബിഅ്സൽ മസീർ. അതുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങളിൽ നിന്ന് പ്രായശ്ചിത്തം സ്വീകരിക്കുന്നതല്ല, ഇന്നേ ദിവസം നിങ്ങളിൽ നിന്ന് ഫിദിയ സ്വീകരിക്കുന്നതല്ല, നിങ്ങളുടെയും കാഫിറുകളുടെയും മടക്ക സ്ഥാനം ആ ഭയാനകമായ നരകം തന്നെയാണ്. ആ നരകം എത്ര ചീത്തയായ വാസസ്ഥലമെന്ന് മുനാഫിക്കുകളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്കുക, സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്റെ ഇസ്സത്ത് എത്രമാത്രം വലുതാണ്, അന്തസ് എത്രമാത്രം വലുതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്മിനുകളായ മനുഷ്യർ ആ ഹശ്റിന്റെ മൈതാനിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു രംഗമുണ്ട്. സൂറത്ത് സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗത്തെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ, കൂട്ടം കൂട്ടമായിട്ട്
ആയിട്ടാണ് സ്വർഗവാസികൾ പോകുക. വലിയ വലിയ കൂട്ടം ആയിക്കൊണ്ടാണ് സ്വർഗവാസികൾ യാത്ര തുടങ്ങുക, പ്രയാണം തുടങ്ങുക. തക്ബീറിന്റെ ധ്വനികളുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തിൽ ഏറ്റവും മുന്നിലുണ്ടാകുക പ്രവാചകനാണ്, അതിന്റെ പിന്നിലുണ്ടാകുക സ്വഹാബികളാണ്, അതിന്റെ പിന്നിലുണ്ടാകുക താബിഉകളാണ്, താബിഉകളാണ്. അങ്ങനെ പിന്നിലായി ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമുദായം സ്വർഗം നേടിയ ആളുകൾ ആ സ്വർഗത്തിലേക്ക് അങ്ങനെ നടത്തുന്നൊരു യാത്രയുണ്ട്, ആ സ്വർഗത്തിലേക്ക് അങ്ങനെ നടക്കുന്നൊരു പ്രയാണമുണ്ട്. ആ സ്വർഗത്തിന്റെ അടുത്തെത്തുമ്പോ അവര് കാണുന്നത് 8 വാതിലുകളാണ്. ആ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. ഓരോ വാതിലിനും ഓരോ പേരുണ്ട്. ബാബു സ്വലാത്തുണ്ട്, ബാബു സ്വദഖയുണ്ട്, ബാബുൽ ജിഹാദുണ്ട്, ബാബു സ്വബറുണ്ട്, ബാബുൽ ഹജ്ജുണ്ട്, ബാബുൽ റയ്യാനുണ്ട്. ഇങ്ങനെ പല പേരുകളിലാണ് സ്വർഗത്തിന്റെ വാതിലുകൾ അറിയപ്പെടുക. ഇതെന്തിനു വേണ്ടിയാണെന്നറിയുമോ? ഇന്ന സഅയകും ലശത്താ. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വിഭിന്നമാണ്. ചില ആളുകൾക്ക് കൂടുതൽ നിസ്കരിക്കാനാണ് താല്പര്യം, ചില ആളുകൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രബോധനത്തിൽ കൂടുതൽ സജീവമാകാനാണ് താല്പര്യം, ചില ആളുകൾക്ക് ഒരുപാട് സുന്നത്ത് നോമ്പുകൾ എടുക്കാനാണ് താല്പര്യം, ചില ആളുകൾക്ക് നല്ല ക്ഷമയുണ്ടായിരിക്കും, ജീവിതത്തിൽ നല്ല സഹനമുണ്ടായിരിക്കും, ചില ആളുകൾ ഒരുപാട് ഹജ്ജും ഉംറയും ചെയ്തിട്ടുണ്ടായിരിക്കും, ചില ആളുകൾ ബാബു സ്വദഖയുണ്ട്, സ്വദഖ ഒരുപാട് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ വിഭിന്നമായ വാതിലുകളിൽ നിന്ന് ഓരോരാളുടെ കർമ്മമനുസരിച്ച് നിസ്കാരത്തോട് താല്പര്യം കൂടുതലുള്ളവരാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ വാതിൽ അവർ വിളിക്കപ്പെടുന്നതാണ്. ജിഹാദിനോട് താല്പര്യം കൂടുതലുള്ളവരാണെങ്കിൽ ജിഹാദിന്റെ വാതിലൂടെ അവർ വിളിക്കപ്പെടുകയാണ്. ഈ ഹദീസ് കേട്ടപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആ 8 വാതിലിൽ നിന്നും വിളിക്കപ്പെടുന്ന ആളുകളുണ്ടോ? ആ 8 വാതിലുകളിലൂടെയും പ്രവേശനം നൽകപ്പെടുന്ന ആളുകളുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, അർജൂ അൻ തകൂന മിൻ, അങ്ങ് അതിൽ ഉൾപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഒരാളാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ മുൻപന്തിയിലാണ്, ജിഹാദിന്റെ വിഷയത്തിൽ അവർ മുൻപന്തിയിലാണ്, സ്വദഖയുടെ വിഷയത്തിൽ അവർ മുൻപന്തിയിലാണ്, സ്വബറിന്റെ വിഷയത്തിൽ അവർ മുൻപന്തിയിലാണ്. ജീവിതത്തിൽ എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ ആ കർമ്മപദങ്ങളെല്ലാം അവർ മുൻപന്തിയിലാണ്. والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين. അള്ളാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. മുൻകടക്കുന്നവർ, നന്മയിൽ മുൻകടക്കുന്നവർ, ഏത് നന്മയെടുത്താലും മുന്നിലുണ്ടാകുമവർ, ഏത് സുഹൃതമെടുത്താലും ഏത് പുണ്യമെടുത്താലും അതിലവർ മുന്നിലായിരിക്കും. അതിലൊരാൾക്കും അവർക്ക് ആ സ്ഥാനം വിട്ടുകൊടുക്കുകയില്ല. ഒരാളുടെ മുന്നിൽ അവർ അടിയറ വെക്കുകയില്ല. അവരങ്ങനെ നന്മയുടെ കാര്യത്തിൽ മത്സരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ആ മനുഷ്യരെ കാണുന്ന സമയം സ്വർഗത്തിന്റെ വാതിലുകളതാ ആ മനുഷ്യരുടെ മുന്നിലേക്ക് തുറക്കപ്പെടുകയാണ്. സ്വർഗത്തിന്റെ വാതിലിന്റെ വിശാലത എത്രയാണെന്നറിയുമോ? അതിന്റെ ഒരു തോണിൽ നിന്ന് മറ്റേ തോണിലേക്ക് 40 വർഷത്തെ വഴി ദൂരമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ സ്വർഗത്തിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു കൊടുത്തിട്ട് ആ സ്വർഗത്തിലെ കാവൽ മാലാഖമാര് പറയുകയാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ശാന്തി, തിബുത്തും, നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചു, ഫദ്ഖുലൂഹാ ഖാലിദീൻ, അതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് നിങ്ങൾ കയറിക്കൊള്ളുക, അനശ്വരരായിക്കൊണ്ട് നിങ്ങൾ കയറിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിലേക്ക് അവർ കയറുമ്പോ അവിടെ മലക്കുകൾ അവരെ കാണുന്നതാണ്. നഹ്നു ഔലിയാഉകും ഫിദ്ദുനിയാ, ദുനിയാവിൽ വെച്ച് ഞങ്ങളായിരുന്നു നിങ്ങളുടെ മിത്രങ്ങൾ. മലക്കുകൾ അവിടെ വെച്ച് സ്വർഗത്തിൽ വെച്ച് പറയുകയാണ്. നമ്മോടൊപ്പം മലക്കുകളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന മലക്കുകളുണ്ട്. കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, മാന്യന്മാരായ എഴുത്തുകാരായി, കിറാമുകളായ ആദരവ് നൽകപ്പെട്ട എഴുത്തുകാരായി, യഅലമൂന മാ തഫ്അലൂൻ, ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും
പ്രവൃത്തികളും നമ്മൾ ചെയ്തു കൂട്ടുന്ന സകല കർമ്മങ്ങളും നമ്മൾ പറഞ്ഞു കൂട്ടുന്ന സകല വാക്കുകളും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകളുടെ നമ്മുടെ കൂടെ. പ്രിയപ്പെട്ടവരെ, ആ മലക്കുകളുടെ ആ സുഹൃതം ചെയ്ത മനുഷ്യർ സ്വർഗത്തേക്ക് കടന്നു പോകുമ്പോ ആ മലക്കുകൾ അവരോട് പറയുകയാണ്, നഹ്നു ഔലിയാഉകും ഫിദ്ദുനിയാ, ദുനിയാവിൽ നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, നിങ്ങളുടെ പ്രവർത്തനത്തോടൊപ്പം ഉണ്ടായിരുന്നു, നിങ്ങളുടെ പരിശ്രമത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആ സ്വർഗത്തിൽ അവരെ കാണുന്ന കാഴ്ച എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നു, സ്വർഗത്തിലൊരു കെട്ടിടത്തിന് തന്നെ 30 മൈലിനോളം ഉയരമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് പ്രിയപ്പെട്ടവരെ! പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, മസലുൽ ജന്നത്തില്ലതീ വഇദൽ മുത്തഖൂൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ വഅൻഹാറും മിൻ ഗൈരി അൻഹാർ. പലതരത്തിലുള്ള നദികൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ നദി ഏതാണ്? വഅൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൽ. ഒരു രുചിഭേദം വരാത്ത, നിറഭേദം വരാത്ത സുന്ദരമായ വെള്ളത്തിന്റെ അരുവികൾ ആ സ്വർഗത്തിലുണ്ട്. വഅൻഹാറും മിൻ ലബനിൽ ലം യതഗയ്യർ തഅമു. ഒരിക്കലും രുചിഭേദം സംഭവിക്കാത്ത പാലിന്റെ അരുവികൾ ആ നദിയിലുണ്ട്. വഅൻഹാറും മിൻ അസലിൻ മുസഫ്ഫാ. കടഞ്ഞടക്കപ്പെട്ട തേനിന്റെ അരുവികൾ ആ സ്വർഗത്തിലുണ്ട്. വഅൻഹാറും മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ. കുടിക്കുന്നവർക്ക് ആസ്വാദനം നൽകുന്ന സുന്ദരമായ കള്ളിന്റെ അരുവികൾ ആ സ്വർഗത്തിൽ അവരെ കാത്തിരിക്കുന്നുണ്ട്. പാലിന്റെ അരുവികൾ, തേനിന്റെ അരുവികൾ, കള്ളിന്റെ അരുവികൾ, അതുപോലെ തന്നെ വെള്ളത്തിന്റെ ശുദ്ധമായ വെള്ളത്തിന്റെ അരുവികൾ, സൽസബീൽ എന്ന് പറയുന്ന അരുവി, ഇതെല്ലാം സ്വർഗത്തിലുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, വഅസ്ഹാബുശ് ശിമാലി മാ അസ്ഹാബുശ് ശിമാൽ വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. വലതുപക്ഷക്കാരായ ആളുകൾ അവർ നേടിയെടുക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ? ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മംദൂദ് വദില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുർശിൻ മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉർബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ. മുള്ളില്ലാത്ത ഇലന്തമരത്തിലായിരിക്കും, തിങ്ങി നിറഞ്ഞ വായത്തോപ്പുകളിലായിരിക്കും, കുത്തിയൊഴുകുന്ന ജലാശയങ്ങളിലായിരിക്കും, അറ്റമില്ലാത്ത ഫലവർഗ്ഗങ്ങളിലായിരിക്കും, നിരത്തി വിരിക്കപ്പെട്ട പരവതാനികളിലായിരിക്കും, ഒരുക്കപ്പെട്ട മുറികളിലായിരിക്കും, കട്ടിലുകളിലായിരിക്കും, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലായിരിക്കും അവരവിടെ വെച്ച് കേൾക്കുന്നതെന്നാണ്. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. സമാധാനം സമാധാനം എന്ന വാക്കല്ലാതെ, സമാധാനം സമാധാനം എന്ന വചനമല്ലാതെ അവരവിടെ വെച്ചൊന്നും കേൾക്കുകയില്ല. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. പരമകാരുണികനായ കരുണാനിധിയായ റബ്ബിന്റെ മക്കളിൽ നിന്നുള്ള സലാമിന്റെ വചനം മാത്രമാണ് അവർ കേൾക്കുക. സന്തോഷത്തിന്റെ വചനം മാത്രമാണ് അവർ കേൾക്കുക. എങ്ങനെയുള്ള അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ! സ്വർഗത്തിലേക്ക് അവസാനം വരാനിരിക്കുന്ന, ഏറ്റവും അവസാനത്തിൽ നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ കൊടുക്കുന്ന സ്ഥാനം എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആ മനുഷ്യൻ അങ്ങനെ സ്വർഗത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഒരുപാട് നാളുടെ കാത്തിരിപ്പിനും ഒരുപാട് നാളുകളുടെ ആഗ്രഹത്തിന് ശേഷം സ്വർഗത്തിലേക്ക് എത്തുമ്പോ ആ മനുഷ്യന് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചത് എന്താണെന്നറിയുമോ? ഈ ദുനിയാവും ആ ദുനിയാവിന്റെ 10 ഇരട്ടിയുമാണ് ആ മനുഷ്യനെ അവിടെ കാത്തിരിക്കുന്നത്. ഈ ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള രാജത്വമാണ്, രാജാധികാരമാണ്, സാമ്രാജ്യമാണ്. സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയെങ്കിൽ, സ്വർഗത്തിലെ ഏറ്റവും വലിയ ദർജയെങ്കിൽ, പ്രിയപ്പെട്ടവർ, ഈ പറയപ്പെട്ടവരുണ്ടല്ലോ, മഹ്ശറയിൽ നിന്ന് നേരിട്ട് സ്വർഗത്തിലേക്ക് പോയവരുണ്ടല്ലോ, ആ മനുഷ്യരെ കാത്തിരിക്കുന്ന പദവി എത്രയായിരിക്കും? ആ മനുഷ്യരെ കാത്തിരിക്കുന്ന ദർജ എത്രയായിരിക്കും? ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയുമോ? നമ്മുടെ രക്ഷിതാവിനെ കാണുക എന്നതാണ്. നമ്മുടെ രക്ഷിതാവിനെ കാണുക എന്നതാണ്. സ്വർഗവാസികൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ അനുഭവിച്ച് നിർവൃതിയടഞ്ഞ് തൃപ്തരായി സന്തോഷം
സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുമ്പോ ഒരിക്കൽ അവരതാ സ്വർഗത്തിന്റെ ഒരു താഴ്വരയിലേക്ക് വിളിച്ചു കൂട്ടപ്പെടുകയാണ്. ഒരു വെള്ളിയാഴ്ച ദിവസമാണത്. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. അവരാഗ്രഹിക്കുന്നത് എന്തുമാ സ്വർഗത്തിലുണ്ട്. അത് മാത്രമല്ല നമ്മുടെ അടുത്ത് അതിനേക്കാൾ കൂടുതലുണ്ട് എന്ന ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരികയാണ്. ആ സ്വർഗത്തിൽ ഒരു വെള്ളിയാഴ്ച സ്വർഗവാസികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുകയാണ്. അവിടെ പലതരത്തിലുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അർശിന്റെ അടുത്തുള്ള പ്രകാശത്തിന്റെ ഇരിപ്പിടമുണ്ട്. അത് പ്രവാചകന്മാർക്കുള്ളതാണ്. സ്വർണത്തിന്റെ ഇരിപ്പിടമുണ്ട്. അത് ശുഹദാക്കൾക്കുള്ളതാണ്. കസ്തൂരിയുടെ ഇരിപ്പിടമുണ്ട്. അത് സാധാരണക്കാരായ സ്വർഗവാസികൾക്കുള്ളതാണ്. ഓരോരുത്തരുടെയും ഇരിപ്പിടത്തിൽ അവർ ഇരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയം ആ താഴ്വരയതാ പ്രകാശം കൊണ്ട് നിറയുകയാണ്, വെളിച്ചം കൊണ്ട് നിറയുകയാണ്. ആ വെളിച്ചത്തിന്റെ അപ്പുറത്തതാ ഒരു ശബ്ദം കേൾക്കുന്നു. ഏതാണ് ആ ശബ്ദം പ്രിയപ്പെട്ടവരെ? ഏതാണ് ആ സംസാരം പ്രിയപ്പെട്ടവരെ? മാലിക്കുൽ മുലൂക്കായ ഖാലിഖുൽ മഖ്ലൂഖായ ഉന്നതനായ ഉത്കൃഷ്ടനായ പരമപരിശുദ്ധനായ സകല ഖുദ്റത്തുകളുടെയും ഉടമസ്ഥനായ ലോകത്തിന്റെ പ്രപഞ്ചങ്ങളുടെ രക്ഷിതാവത ആ സ്വർഗവാസികളോട് സംസാരിക്കുകയാണ്. അവരോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സ്വർഗവാസികൾ പറയുകയാണ്, ഇല്ല, ഞങ്ങൾ തൃപ്തരാണ്, ഞങ്ങൾ സന്തോഷവാന്മാരാണ്. റബ്ബ് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, എങ്കിൽ ഞാൻ ഇനി ഒരിക്കലും നിങ്ങളോട് കോപിക്കുന്നതല്ല. എന്റെ തൃപ്തിയും എന്റെ പ്രീതിയും ഞാൻ ഇതാ നിങ്ങളിലേക്ക് വർഷിച്ചു തരികയാണെന്ന് പറഞ്ഞ് ആ പ്രകാശത്തിന്റെ മറയങ്ങോട്ട് നീങ്ങുകയാണ്. ആ പ്രകാശത്തിന്റെ മറയങ്ങോട്ട് നീങ്ങുമ്പോ ഈ ആകാശത്ത് കാണുന്ന ചന്ദ്രനെ നാടിന്റെ 4 ദിക്കുകളിൽ നിന്നും ആളുകളൊരു പ്രയാസവുമില്ലാതെ കാണുന്നത് പോലെ ലോകത്തിന്റെ രക്ഷിതാവിന്റെ ദാത്തിനെ, അള്ളാഹുവിന്റെ ദാത്തിനെ സ്വർഗവാസികൾ കാണുമെന്നാണ്, ദർശിക്കുമെന്നാണ്, അറിയുമെന്നാണ്. ആ സ്വർഗത്തിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ അനുഭൂതിയാണത്. സ്വർഗത്തിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ ആസ്വാദനമാണ്. അവിടുത്തെ കള്ളോ, അവിടുത്തെ പാലോ, അവിടുത്തെ തേനോ, അവിടുത്തെ മാംസമോ, അവിടുത്തെ പഴവർഗ്ഗങ്ങളോ, അവിടുത്തെ ഹൂറുൽ ഐനോ ഒന്നുമല്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി എന്ന് പറയുന്നത്, സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാവിനെ നോക്കിക്കാണലാണ്, നമ്മുടെ റബ്ബിനെ നോക്കിക്കാണലാണ്. എന്നിട്ട് ആ റബ്ബിന്റെ മുന്നിലേക്ക് ആനന്ദത്തോടെ സുജൂദ് ചെയ്യലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ആ സ്വർഗത്തിൽ എത്തിച്ചേരാനും നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാനും ആ റബ്ബിന്റെ മുന്നിൽ ആ റബ്ബിന്റെ തൃപ്തിക്കും പ്രീതിക്കും പാത്രങ്ങളാവാനും എന്നിട്ട് ആ റബ്ബിന്റെ മുന്നിലേക്ക് നെറ്റിത്തടം കുട്ടിക്കൊണ്ട് സുജൂദ് ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ആ സ്വർഗത്ത് വേണ്ടി കിടമത്സരം നടത്തുക. ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയും നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക, നിസ്സാരവൽക്കരിക്കാതിരിക്കുക. അല്ലാഹുവേ, ഞങ്ങളെ കൂടിയിരുന്നത് പോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ കൂടിയിരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ സംസാരവും കേൾവിയുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.